ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പുളിയിഞ്ചി. അപ്പോൾ കുറേ നാളായി ഞാനിങ്ങനെ വോയിസൊക്കെ കൊടുത്ത് ഓരോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇന്ന് വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് വെറുതെ പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്തുന്നുള്ളൂ. വീഡിയോ എടുക്കുന്നതിൻ്റെ നടുക്കാൻ ഞാൻ ഈ ഒരു പതാക കണ്ടത്. ആ ഒരു വൈകുന്നേരത്തെ ആ ഒരു ചെറിയൊരു കാറ്റിൽ ഇങ്ങനെ ഫ്ലാഗ്, ആ ഒരു പതാക ഇങ്ങനെ പറന്ന് ഇതാക്കുന്നതാണ്, നല്ല രസമുണ്ട്. അതുകൊണ്ട് ഞാൻ വെറുതെ വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ പോകുന്നത് ഡൽഹിയിൽ നിന്ന് നേരെ ഹരിയാനയിലേക്കാണ്. ഹരിയാനയിലേക്ക് പോകുന്നത് വെച്ചിട്ട് ഒരുപാട് ദൂരമൊന്നുമില്ല. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ ഈ ഒരു ടോള് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് ഹരിയാനയിലേക്കാണ്. അതെ ഫ്രണ്ട്സ്, നമ്മളിതാ ഹരിയാനയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഹരിയാനയിലുള്ള ഒരു മോളിൽ പോകാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മൾ അതിൻ്റെ വീഡിയോ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇന്ന് വെറുതെ ഇരിക്കുമ്പോൾ അവിടത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. മോക്കാണെങ്കിൽ കാറിൽ പോയതുകൊണ്ട് അവൾക്ക് ഛർദ്ദിക്കുന്ന ഒരു ടെൻഡൻസി, അപ്പോൾ അവൾ ഓക്കെ ആയിട്ടുണ്ടായില്ല. അപ്പം നമ്മളങ്ങനെ മോളിൻ്റെ ഉള്ളിലെത്തി. അവൾ ഓക്കെ ആവാതുകൊണ്ട് അവൾക്കൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. അവൾക്ക് ഛർദ്ദിക്കണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നു, പക്ഷെ ഛർദ്ദിച്ചിട്ടുണ്ടായിട്ടില്ല. അവൾക്ക് കാറ് പോകുമ്പം ആ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്, ആ ഒരു AC-ൻ്റെ മണമൊക്കെ ഉണ്ടാകും. അത് എനിക്കും ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇപ്പം കുറേ ആയിട്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. മൂക്ക് പക്ഷേ കാറിൽ ആ ഒരു AC-ൻ്റെ മണമൊക്കെ ഉണ്ടാകുമ്പം ഛർദ്ദിക്കേണ്ട ആ ഒരു തോന്നലുണ്ടാവും. അങ്ങനെ നമ്മൾ നേരെ അവളെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഗെയിം കളിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വന്നു. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇപ്പം അച്ഛനും അമ്മക്കൊക്കെ ഷോപ്പിങ്ങിന് പോകണം, അല്ലെങ്കിൽ ഷോപ്പ് ചെയ്യണം എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും കുട്ടികളെ കുറച്ച് സമയത്തേക്ക് ഇവിടെ ആക്കാൻ പറ്റുന്ന ആ ഒരു ഏരിയയില്ലേ, ആ ഒരു ഏരിയ ആയിട്ട്. ഇപ്പോൾ ഇവിടെ അരമണിക്കൂർ 200 രൂപ, അങ്ങനെ എത്രയോ ചാർജ്. അപ്പം നമ്മൾ കുറച്ചൊന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ആക്കിയതാണ്. പക്ഷേ അവിടെ ഓക്കെ ആയിട്ടുണ്ടായില്ല. അത് വലിയ മൂഡ് ഉണ്ടായിരുന്നില്ല കളിക്കാനൊന്നും. പക്ഷെ എന്നാലും നമ്മൾ ആക്കിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്തൊക്കെയോ കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു മൂഡ് ശരിയില്ല അവളത്. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി. പിന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ നടന്നു. വലിയ മോളാണെങ്കിലും അങ്ങനെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേപോലെ തന്നെ കുറേ കടയൊക്കെ കാലിയാണ് അവിടെ. എല്ലാം റെൻറ്റിന് എന്ന് പറഞ്ഞിട്ട് പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. കുറേ കട കാലിയാണ് അവിടെ. അങ്ങനെ നമ്മൾ നേരെ വേറൊരു ഗെയിം കളിക്കുന്ന ഒരു ഇതിലേക്ക് വന്ന്. അവളുടെ മൂഡ് ശരിയല്ലാതെ കൊണ്ട് അവൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഗെയിമൊന്നും കളിക്കാൻ. പിന്നെ നമ്മളധികം നിർബന്ധിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. വെറുതെ ഒന്ന് അതിലെ ചുറ്റിക്കറങ്ങി നടന്നു. സാധനം കിട്ടോ നോക്കല്ല, സാധനം എന്ത് കിട്ടും? സോഫ്റ്റ് പ്ലേ. അങ്ങനെ നമ്മൾ ഗെയിം ഏരിയൻ്റെ അവിടെയൊക്കെ വെറുതെ ഇങ്ങനെ ചുമ്മാ നടന്നു. അവളുടെ മൂഡ് ശരിയല്ലാതെ കൊണ്ട് മാത്രം അവൾ ഗെയിം കളിക്കാനൊന്നും വലിയ താല്പര്യം കാണിക്കാഞ്ഞത്. അവൾ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല ഇന്ന്. പക്ഷേ എന്നാലും ഇതൊക്കെ പ്രസ് ചെയ്ത് നോക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അവൾ ആക്റ്റീവ് ആയിരുന്നെങ്കിൽ ഈ ഗെയിമൊക്കെ കളിക്കണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുമായിരുന്നു. പക്ഷേ ഇന്നെന്തോ അറിയില്ല, എന്നാൽ അവൾക്ക് എങ്ങനെയും ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്നുള്ള ആ ഒരു മൈൻഡായിരുന്നു. കുറച്ച് സമയം നമ്മൾ ആ ഒരു ഗെയിം ഏരിയയിൽ നിന്നിട്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഈ ഒരു ഇതെന്ന് പറയുന്നത് നമ്മുടെ റിലയൻസ് മാർട്ടാണ്. അപ്പോൾ അവിടെ കുറച്ച് ഗ്രോസറിയൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാര്യമായിട്ട് വാങ്ങിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് എന്തെങ്കിലും ആവശ്യമുള്ളത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അതിന് മുന്നേ നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കോർട്ടിലേക്ക് പോയി. മോളുടെ വയറ് ശരിയല്ലാതുകൊണ്ട് അവൾ പറഞ്ഞു എനിക്ക് കഴിക്കാനൊന്നും വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് അവൾക്ക് ലെമൺ ടീ വാങ്ങിച്ചു കൊടുത്തു. പക്ഷേ അതും വേണ്ട, ഞാൻ ഛർദ്ദിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് ഇരിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഒന്ന് വീട്ടിലേക്ക് പോകണം, എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റിലയൻസ് മാർട്ടിലേക്കും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമ്മൾ നേരെ തിരിച്ചു പോകും. ഞാനും ഏട്ടനും ഹൗസ് കബാബ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഓരോ ചിക്കൻ റോള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനും ഏട്ടനും ഓരോ ചിക്കൻ റോള് വാങ്ങിച്ചു. നല്ല അടിപൊളിയായിരുന്നു. അതിൻ്റെ ആ ഒരു ക്യാരറ്റും കുക്കുംബറും അതൊക്കെ ഉപ്പിലിട്ടത്, അത് നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഷവർമേൻ്റെ കൂടെയൊക്കെ കിട്ടുന്ന അതേ ഫീലായിരുന്നു. നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതേപോലെ ആ മറ്റേ റോള്, അത് മറ്റേ വീറ്റ് പൊറോട്ടയിൽ
ചിക്കൻ അതൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു സാധനം. അതും കുഴപ്പമുണ്ടായിരുന്നില്ല, ഓക്കെ ആയിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പം ഞാനും ഏട്ടനും കൂടെ അതൊക്കെ കഴിച്ചു. മോള് ഇന്നൊന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല. അവൾക്ക് വാങ്ങിച്ച ലെമൺ ടീയും നമ്മൾ തന്നെ കുടിച്ചു. അവൾക്കതൊന്നും വേണ്ട, അവൾക്ക് വേണ്ടി ഒരു ബോട്ടിൽ വെള്ളം മാത്രം വാങ്ങിച്ചു കൊടുത്തു. ഏട്ടനും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു ചിക്കൻ റോൾ. പിന്നെ അവൾ പുറത്ത് പോകുന്ന വഴിക്കാണ് പുറത്ത് ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഗെയിമിൻ്റെ ആ ഒരു ഇതുണ്ടായിരുന്നു. ട്രെയിനിൽ കയറണം എന്നിട്ട് ട്രെയിനിൽ കയറണ്ട പറഞ്ഞു. അപ്പോൾ ട്രെയിന് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനത്തെ ഈ ഒരു കോയിൻ ഇട്ടിട്ടുള്ള ഈ ഒരു ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ എന്താ പറയുക, അത് അവൾ ചെയ്തു. പക്ഷെ അത് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടായില്ല. നമ്മൾ വേറെ ഏതോ ഒരു മോളിനും കൂടി ഇങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇതുവരെ ഇത് കിട്ടിയിട്ടുണ്ടായില്ല. ചിലപ്പോൾ ലക്കിനാർക്കെങ്കിലും കിട്ടുമായിരിക്കും. നമുക്ക് ഇതുവരെ ഇത് കിട്ടിയിട്ടുണ്ടായില്ല, പൈസ പോയതല്ലാതെ. അപ്പോൾ നമ്മൾ ഈ ഒരു ഗെയിം മാത്രമേ സെലക്ട് ചെയ്തിട്ടു. അപ്പോൾ നമുക്ക് ഒരു ചാൻസേ ഉണ്ടായിരുന്നുള്ളൂ. ട്രെയിനിൽ കയറണം എന്ന് വെച്ചപ്പോൾ ഒക്കെ വേണ്ട. പിന്നെ അങ്ങനെ നമ്മൾ പുറത്ത് നേരെ സ്മാർട്ട് ബസാറിലേക്ക് പോയി. റിലയൻസ് സ്മാർട്ട്. അങ്ങനെ നമ്മൾ സ്മാർട്ട് ബസാറിൽ പോയി. അവിടെ കുറേ ഓഫറൊക്കെ ഉണ്ട്, 99-ലും 49-ലൊക്കെ ഉണ്ട്. നമുക്കങ്ങനെ കാര്യമായിട്ട് വാങ്ങിക്കാനൊന്നുമില്ല. പിന്നെ നമ്മളാ മോളിൽ വന്ന സ്ഥിതിക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ടൊന്ന് കയറിയതാ. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ. ഈ ഒരു പച്ചപ്പ് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. നല്ല രസമുണ്ട്, പക്ഷെ അതിന് മാത്രം നല്ല റേറ്റും ഉണ്ട് അവിടെയൊക്കെ. പച്ചപ്പൊക്കെ കണ്ടാൽ നമ്മുടെയൊക്കെ കണ്ണ് നേരെ അങ്ങോട്ടേക്കല്ലേ പോവുക. പ്രത്യേകിച്ച് ഒരു ഭംഗി തന്നെയല്ലേ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ ലൈറ്റൊക്കെ വെച്ച് നല്ല അടിപൊളിയാണ്. അപ്പം അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ച് പുറത്തേക്ക് വന്നു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മൾ വന്ന മോള്, ക്രൗൺ ഇൻറ്റീരിയേഴ്സ് എന്ന് പറഞ്ഞിട്ട്. നല്ല അടിപൊളിയായിരുന്നു. ഈ ഒരു ലൈറ്റ് ആയതുകൊണ്ട് ക്യാമറയിൽ കാണുമ്പോൾ എന്തോ പോലെ തോന്നുന്നത്, ഫുള്ള് ലൈറ്റ് ആയതുകൊണ്ട് ഓക്കെ ആയിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. ടോള് കഴിഞ്ഞ് പോകേണ്ടത് കൊണ്ട് ഓട്ടോ ഒന്നും നമുക്ക് കിട്ടൂല. അപ്പോൾ കാറ് തന്നെ ബുക്ക് ചെയ്തിട്ട് പോകണം. നല്ല അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ഈ രാത്രിയൊക്കെ പാട്ടൊക്കെ കേട്ട് പോവാന്നൊക്കെ പറയുമ്പം നല്ലൊരു മൂഡ് തന്നെയല്ലേ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ രാത്രിയൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ മോള് അവരുടെ ഈ ഒരു ഇതിൽ നമ്മുടെ പുളിയിഞ്ചിയൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോവാണ്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.